നമ്മുടെ നബിയുടെ കുടുംബത്തിന്റെ കഥ നല്ല രസമുള്ള നമ്മുടെ കുടുംബത്തിന്റെ പേര് കാഞ്ഞിരത്തോടിയല്ലേ? കൃത്യമായിട്ട് അറിയില്ല. എന്നാലും കാഞ്ഞിരത്തൊടി എന്ന പേര് ഒരു പക്ഷേ 1.25 നൂറ്റാണ്ടോളം പഴക്കൊണ്ട് അത്രയും അറിയപ്പെടുന്ന നമ്മുടെ കാഞ്ഞിരത്തൊടി കുടുംബത്തിന്റെ ചരിത്രമുണ്ട്. അന്നേയുടെ ഒരു കാഞ്ഞിര മരത്തിന്റെ ഓർമ്മക്കായിരിക്കാം ഇപ്പോഴും കുറ്റിയേറ്റ് പോവാതെ ആ കാഞ്ഞിര മരത്തിന്റെ കുറ്റി ഇപ്പോഴും നമ്മളെ പറമ്പിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം കാഞ്ഞിരത്തൊടി എന്ന പേര് നമ്മുടെ വീട്ടിൽ തറവാടിന് വന്നിട്ടുള്ളത്. തറവാട്ട് പഴക്കം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ആ കാലത്ത് ഇത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഏതാണ്ട് നമ്മൾ കണക്ക് കൊടുക്കുന്നത് 1.5 നൂറ്റാണ്ട് 1850 ശേഷമാണ് തറവാടിന്റെ ആദ്യ കാരണം വരെ ജീവിച്ചിരുന്നത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അവിടെ വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 100-150 കൊല്ലത്തിന്റെ പഴക്കം നമുക്ക് കാണാൻ കഴിയും. അത്രേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. വലിയ വല്യപ്പന്റെ പേര് രായ് മുഹമ്മദ്, വല്യമ്മാന്റെ പേര് കുഞ്ഞിമേരിയം. കുഞ്ഞിമറിയം എന്നാണ് ഇപ്പോൾ ഒക്കെ പറയാം. പണ്ടൊക്കെ കുഞ്ഞിമേരിയം എന്നേനി പറയല്. അത് കുറേ വല്യമ്മമാർക്കുണ്ട് ആ പേരുകൾ. വല്യപ്പന്റെ പേര് രായ് മുഹമ്മദ് കുറേ ആൾക്കാർക്കുണ്ട് ഉള്ള തലമുറയിൽ. എൻ്റെ ഒരു വല്യമ്മന്റെ പേര് കുഞ്ഞിമേരിയായി. അവര് സ്കൂളിൽ പോയിട്ടുണ്ടാവും. അവരെ കാലത്തുള്ള സ്കൂളുണ്ടല്ലോ, അതിപ്പോ നമ്മുടെ കാലത്തുള്ള സ്കൂൾ പോലൊന്നും അല്ല. ഇപ്പൊ സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ അല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് ചെറിയ സ്കൂളൊക്കെ ഉണ്ടാവുള്ളൂ. ആ കാലത്തുള്ള സ്കൂൾ അവരും പോയിട്ടുണ്ട്. എഴുത്തുണ്ട്, വായന ഉണ്ട്, അതുപോലുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ അവരും ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ഫാമിലി, നമ്മളെ കുടുംബം എന്ന് പറഞ്ഞാല് ഒരുപാട് വിദ്യാഭ്യാസമുള്ള തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ ഈ കുടുംബത്തിൽ ഒരുപാട് നല്ല ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സ്, ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ തലമുറയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അവർക്കും വിദ്യാഭ്യാസമൊക്കെ അക്കാലത്തെ വിദ്യാഭ്യാസം അവർക്കും ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ എന്തായാലും ജോലി വല്ല ആ കാലഘട്ടത്തില് അധികം ആളുകളുടെയും ജോലി കൃഷിയായിരുന്നു. എന്നാൽ ചില ആളുകളൊക്കെ സമ്പന്നരായി തീർന്നത് അവരുടെ മരക്കച്ചവടം, വലിയ കാടുകളിൽ പോയി മരങ്ങൾ വെട്ടിവിട്ടു. നമ്മുടെ വലിയപ്പാർക്ക് വലിയ തോണിയൊക്കെ ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു. ഇങ്ങനെ അത്യാവശ്യം സമ്പന്ന കുടുംബമായിരുന്നു. അപ്പൊ നമ്മള് ഈ തറവാട്ടിൽ വന്നത് എന്തെങ്കിലും നമ്മൾ മറന്നുപോയില്ലല്ലോ. നമ്മൾ കുറെ ചോദ്യം ചോദിച്ചു. ഈ തറവാടിന്റെ പേരെങ്ങനെ വന്നത്, ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നത്, വലിയ വല്യപ്പന്റെ വല്യമ്മന്റെ ഒക്കെ പേരെന്തായിരുന്നു, ഇതെന്നാ വന്നത്, ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, കുറെ ചോദ്യം ചോദിച്ചു. ഇപ്പൊ അതൊക്കെ ഏകദേശം മനസ്സിലായി. ഇനി ഈ തറവാടിനെ കുറിച്ച് മനോഹരമായ പാട്ടുണ്ട്. അത് എഴുതിയ ആളെന്നുള്ള നമുക്ക് അവരെ നമുക്ക് പരിചയപ്പെടാം. ഞാന് ഷാഹിദ എനിക്ക് പാലക്കാടാണ്. എൻ്റെ ഉമ്മ തന്നിക്കോട് തൊടി ഫാത്തിമയും സമൂഹ മലവിയാണ് എൻ്റെ ഉപ്പ. പാലക്കാട് സ്വദേശിയായ സമൂഹ മലവി. ഞാൻ ഈ കാഞ്ഞിരത്തൊടിൻ്റെ സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പാട്ടാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് എന്നാല് പാട്ടിലേക്ക് പോലെ വഴിഞ്ഞിപ്പുഴ തഴുകി തീരമായിരം കഥ എഴുതി മാരുതൻ കാതിലോതിയോ മധുരമാം ചിന്തു പാടി വന്നുവോ. ഇരുവഴിഞ്ഞിപ്പുഴ തഴുകി തീരമായിരം കഥ എഴുതി മാരുതൻ കാതിലോതിയോ മധുരമാം ചിന്തു പാടി വന്നുവോ.
കാഞ്ഞിരത്തൊടി പൂത്തുലഞ്ഞിതാ പുത്തൻ പൂമണം കാറ്റുണർന്നിതാ കാഞ്ഞിരത്തൊടി പൂത്തുലഞ്ഞിതാ പുത്തൻ പൂമണം കാറ്റുണർന്നിതാ ഇരുവഴിഞ്ഞിപ്പുഴ തഴുകി തീരമായിരം കഥ എഴുതി മാരുതൻ കാതിലോതിയോ മധുരമം ചിന്തു പാടി വന്നുവോ മധുരമം ചിന്തു പാടി വന്നുവോ മങ്ങല്ലൂർ ചരിതം കാഞ്ഞിരത്തൊടിയും സഹിതം മങ്ങല്ലൂർ ചരിതം കാഞ്ഞിരത്തൊടിയും സഹിതം നേരു തേടുന്നു വേരുകൾ മായുകില്ലല്ലോ പേരുകൾ മായുകില്ലല്ലോ പേരുകൾ മാന്യ പൂർവിക ജ്ഞാനസൂരികൾ ഒളി പരത്തി ഈ വഴികളിൽ മാന്യ പൂർവിക ജ്ഞാനസൂരികൾ ഒളി പരത്തി ഈ വഴികളിൽ മമ്മദ് പൂർവ പീത കുഞ്ഞിമറിയം ഉമ്മയിത രായിൻ മമ്മദ് പൂർവ പീത കുഞ്ഞിമറിയം ഉമ്മയിത അഞ്ചു മക്കളുടെ താവഴി ആരവം തീർത്തു നാൾ വഴി ആരവം തീർത്തു നാൾ വഴി ആയിരങ്ങളായി തീർന്നു ആൾബലം ആത്മസംസ്കാരം ഉൾബലം ആയിരങ്ങളായി തീർന്നു ആൾബലം ആത്മസംസ്കാരം ഉൾബലം ഇരുവഴിഞ്ഞിപ്പുഴ തഴുകി തീരമായിരം കഥ എഴുതി മാരുതൻ കാതിലോതിയോ മധുരമം ചിന്തു പാടി വന്നുവോ മധുരമം ചിന്തു പാടി വന്നുവോ കാത്തിരുന്നോരാരവം കാഞ്ഞിരത്തൊടിക സംഗമം കാത്തിരുന്നോരാരവം കാഞ്ഞിരത്തൊടിക സംഗമം നേർത്തു പോകാതെ ചേർത്തിടാം ചേർന്നൊരാളായി നീങ്ങിടാം ചേർന്നൊരാളായി നീങ്ങിടാം ഓർമ്മകൾ ചേർത്ത് മാല കോർത്തിടാം ഓമനിച്ചൊന്നായി കൂടിടാം ഓർമ്മകൾ ചേർത്തു മാല കോർത്തിടാം ഓമനിച്ചൊന്നായി കൂടിടാം ഇരുവഴിഞ്ഞിപ്പുഴ തഴുകി തീരമായിരം കഥ എഴുതി മാരുതൻ കാതിലോതിയോ
മധുരമാം ചിന്തു പാടി വന്നുവോ. ഇരുവഴിഞ്ഞിപ്പുഴ തഴുകി തീരമായിരം കഥ എഴുതി മാരുതൻ കാതിലോതിയോ. മധുരമാം ചിന്തു പാടി വന്നുവോ. കാഞ്ഞിരത്തൊടി പൂത്തുലഞ്ഞിതാ പുത്തൻ പൂമണം കാറ്റുണർന്നിതാ. കാഞ്ഞിരത്തൊടി പൂത്തുലഞ്ഞിതാ പുത്തൻ പൂമണം കാറ്റുണർന്നിതാ. ഇരുവഴിഞ്ഞിപ്പുഴ തഴുകി തീരമായിരം കഥ എഴുതി മാരുതൻ കാതിലോതിയോ. മധുരമാം ചിന്തു പാടി വന്നുവോ. മധുരമാം ചിന്തു പാടി വന്നുവോ.